ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ബോണ്ടൈ ബീച്ചിൽ ജൂത വിഭാഗങ്ങളുടെ ഹനൂക്ക ആഘോഷങ്ങൾ നടക്കുന്നതിനിടെ വെടിവെപ്പുണ്ടായി എന്നതുമാണ്. ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു, 9 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അക്രമികളിലെ ഒരാളെ തിരിച്ചറിഞ്ഞു. ഐസൻ, ഇവിടെ ഒരു വംശഹത്യ തന്നെ, ആസൂത്രിതമായൊരു ഹത്യ അത് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ, അല്ലേ? നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് നടന്നിരിക്കുന്നത് ഒരു വംശഹത്യ തന്നെയാണ് എന്ന സൂചനകളിലേക്കാണ് പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് യഹൂദരുടെ ഈ ഹനൂക്ക ഉത്സവം, യൂദരുടെ ഹനൂക്ക എന്ന് പറയുന്ന വെളിച്ചത്തിൻ്റെ ഉത്സവം അല്ലെങ്കിൽ വിളക്കുകളുടെ ഉത്സവം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആ ഉത്സവം നടക്കുകയാണ്. ആ ഉത്സവം നടക്കുന്ന അതിനുവേണ്ടി ഒത്തുകൂടിയ ജനങ്ങൾക്കിടയിലാണ് വെടിവെപ്പുണ്ടായത്. അല്ലെങ്കിൽ യഹൂദ മതവിശ്വാസികൾക്ക് നേരെയാണ്, ജൂതമതവിശ്വാസികൾക്ക് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെടുകയും 9 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്ന ഔദ്യോഗികമായി ഓസ്ട്രേലിയ തന്നെ അറിയിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സിഡ്നിയിലെ ബണ്ടായ് ബീച്ചിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ആക്രമി തുടരെ വെടിയുതിർക്കുകയായിരുന്നു. നമുക്കറിയാവുന്നതാണ്, പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ അതേ സ്വഭാവത്തിലുള്ള ഒരു ആക്രമണമാണ് ഈ വൈകുന്നേരങ്ങളിലും അതുപോലെ തന്നെ ഈ ഉല്ലസിക്കാനൊക്കെയായി അല്ലെങ്കിൽ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി ആഘോഷങ്ങൾക്കും വേണ്ടി എത്തിയവർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായത്. ഈ പഹൽഗാം ആക്രമണത്തിൻ്റെ അതേ സ്വഭാവവും ഈ ആക്രമണത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ആക്രമിയിൽ ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നവീദ് അക്രം എന്നാണ് ഇയാളുടെ പേര്. ഇയാൾക്ക് ഓസ്ട്രേലിയൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. ഈ ഓസ്ട്രേലിയൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഇപ്പോൾ പിടികൂടിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇയാളെ തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നത്. നിലവിലെ ആക്രമണത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഏത് രീതിയിലുള്ള ഒരു ആക്രമണമാണ് എന്ന് പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ ഒരു ഭീകരാക്രമണത്തിൻ്റെ സ്വഭാവം അതിനുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആൻ്റണി അൽബനീസ് ഉൾപ്പെടെയുള്ളവർ വളരെ കൃത്യമായി ഈ ആക്രമണത്തെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗും ഈ ആക്രമണത്തെയും അപലപിച്ചിട്ടുണ്ട്, ഈ ഇത്തരത്തിലുള്ള നീക്കങ്ങളെ അപലപിച്ചിട്ടുണ്ട്. ഭീകരമായൊരു ആക്രമണമാണ് നടന്നത് എന്ന് ബ്രിട്ടനും അപലപിക്കുന്നുണ്ട്. കെയർ സ്റ്റാമർ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയെന്ന ഒരു റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്നത് ഈ 12 പേർ മരിച്ചു എന്നാണ്. ഇങ്ങനെ മരണസംഖ്യ കൂടുന്ന ഒരു പഹൽഗാം മോഡൽ ആക്രമണം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘത്തിൻ്റെ പോലീസിൻ്റെ ഇടപെടൽ എത്രത്തോളവുമാണ്? തീർച്ചയായും പോലീസിൻ്റെ ഇടപെടൽ ശക്തമായി ഉണ്ടായത് തന്നെയാണ്. ആ പ്രദേശത്ത് പോലീസ് ശക്തമായ പ്രതിരോധം തീർക്കുകയായിരുന്നു. ആ പ്രതിരോധം തീർത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് പോകരുത് എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ അത് കോർണർ ചെയ്യുന്ന രീതികളെല്ലാം തന്നെ, അത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ പുരോഗമിക്കുകയും ചെയ്തു. നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വാർത്ത ലഭ്യമാക്കുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന പല അപ്ഡേറ്റുകളുടെയും അടിസ്ഥാനത്തിൽ ഇപ്പോൾ 12 പേർ മരിച്ചു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. നേരത്തെ 10 പേർ മരിച്ചു, ഇപ്പോൾ 12 പേർ മരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പരിക്കേറ്റവരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നിലവിൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളനുസരിച്ച്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഏജൻസികളെല്ലാം തന്നെ നൽകുന്ന വിവരങ്ങളനുസരിച്ച് 12 പേരുടെ മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്നൊരു വിവരം. ഇനിയും കൂടുതൽ മരണം സ്ഥിരീകരിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത്. പരിക്കേറ്റവരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വലിയ പ്രഹരശേഷിയുള്ള തോക്കുകൾ ഉപയോഗിച്ച് ജനക്കൂട്ടത്തിനിടയിലേക്ക് നേരിട്ട് വെടിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നിരവധി പേർക്ക് പരിക്കേൽക്കാനും ഗുരുതരമായ പരിക്കേൽക്കാനും അതുപോലെ അത് മരണത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും പലർക്കും, അതായത് പ്രധാന ഹൃദയത്തിലൊക്കെയാണ് വെടികൊണ്ടിരുന്നിട്ടുള്ള, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട അവയവങ്ങൾ നിലനിൽക്കുന്ന ട്രങ്ക് ഭാഗങ്ങളിലാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ വെടിവെച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ തന്നെ കൃത്യമായി നടത്തിയ ഒരു ആക്രമണമാണ്. ആ ആക്രമണത്തിൻ്റെ സ്വഭാവം നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഏപ്രിലിൽ പഹൽഗാമിലുണ്ടായതുപോലെ ഇത്തരത്തിൽ ഒഴിവു സ്ഥലങ്ങളിൽ, വിനോദ കേന്ദ്രങ്ങളിൽ എത്തിയവർക്ക് നേരെ ആക്രമണം നടത്തുന്ന ഒരു രീതിയാണ്. ഒരു പാർക്കിൽ, ബോണ്ടായ് ബീച്ചിലെ ഒരു പാർക്കിൽ ഇത്തരത്തിൽ യഹൂദ ആഘോഷങ്ങൾക്ക് വേണ്ടി ഒത്തുകൂടിയ, ഹനൂക്ക ആഘോഷങ്ങളുടെ ഭാഗമായി ഒത്തുകൂടിയവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. 12 പേരുടെ മരണം സംഭവിച്ചു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട്. ഒട്ടും തന്നെ ആ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് ഔദ്യോഗികമായ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്.